Oh my god, it's pouring outside, isn't it? നിങ്ങളിപ്പോൾ വിചാരിച്ചില്ലേ എന്താ ഈ പോറിംഗ് എന്ന് വെച്ചാലെന്ന്? വളരെ സിമ്പിളാണ്. പോറിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായിട്ട് പെയ്യുന്ന മഴ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറ്റ്സ് പോറിംഗ് ഔട്ട്സൈഡ്, പുറത്ത് നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നു. ഇതുപോലെ മഴയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫ്രേസാണ് ലെറ്റ് അപ്പ്. എന്താണ് ലെറ്റ് അപ്പ്? ഈ രണ്ട് വാക്കുകൾക്ക് മഴയുമായിട്ട് ബന്ധം നിങ്ങളിപ്പോൾ ചിന്തിച്ചില്ലേ? വളരെ സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, കുറച്ച് ക്ലാരിറ്റി കിട്ടും. ലെറ്റ്സ് വെയിറ്റ് ഇൻസൈഡ് അൺടിൽ ദ റെയിൻ ലെറ്റ്സ് അപ്പ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മഴ മാറുന്നത് വരെ നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് അൺടിൽ ദ റെയിൻ ലെറ്റ്സ് അപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ മാറുന്നത് വരെയോ അല്ലെങ്കിൽ മഴയുടെ ശക്തി കുറയുന്നത് വരെയോ നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയണം മഴ മാറുന്നത് വരെ അകത്ത് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയണമെങ്കിൽ ലെറ്റ് അപ്പ് എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴയുമായിട്ട് വളരെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്, സ്പിറ്റിംഗ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും സ്പിറ്റിങ്ങും മഴയുമായിട്ട് എന്താ ബന്ധം? സ്പിറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. നമ്മൾ പലയിടത്തും ഭിത്തിയിലൊക്കെ കാണാറുണ്ട് ഡു നോട്ട് സ്പിറ്റ് ഹിയർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സോ സ്പിറ്റിൻ്റെ ആ അർത്ഥം എന്ന് വെച്ചാൽ തുപ്പുക എന്നാണ്. പക്ഷേ ഇവിടെ സ്പിറ്റിൻ്റെ അർത്ഥം അതല്ല. സോ ഇവിടെ നമ്മൾ ഇറ്റ്സ് സ്പിറ്റിംഗ് ഹിയർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ നേർത്ത മഴ. അതായത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം കാണാനേ പറ്റില്ല, പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ വന്ന് വീഴും. അപ്പോൾ അതിനെയാണ്, ആ നേർത്ത മഴയാണ് നമ്മൾ സ്പിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു മഴയാണ് ഡ്രിസിൽ. ഡ്രിസിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചാറ്റൽ മഴ. മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, ചെറിയ മഴയാണ്, ഭയങ്കര വലിയ മഴയല്ല, എന്നാലും തീരെ നേർത്ത മഴയല്ല, ചാറ്റൽ മഴ. അതാണ് ഡ്രിസ്ലിംഗ്. മഴയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വാക്കാണ് ഡൗൺപോർ. എന്താണ് ഈ ഡൗൺപോർ? ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി മഴ പെയ്യും, അതും ഭയങ്കര ഒരു മഴ. ഈ മഴയാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇങ്ങനത്തെ മഴയാണ് നമ്മൾ ഡൗൺപോർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ഗോട്ട് കോട്ട് ഇൻ എ ഡൗൺപോർ. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ഫ്രേസാണ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. റെയിനിങ് ഓൺ ആൻഡ് ഓഫ് എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ചില സമയത്ത് ചില ദിവസങ്ങളിൽ രാവിലെ മഴ പെയ്യും, നിൽക്കും, പിന്നെ വീണ്ടും ഉച്ചയ്ക്കൊരു മഴ പെയ്യും, വീണ്ടും നിൽക്കും, പിന്നെ വീണ്ടും വൈകുന്നേരം ഒരു മഴ പെയ്യും, നിൽക്കും, രാത്രി വീണ്ടും പെയ്യും, നിൽക്കും. ഇങ്ങനത്തെ ചില ദിവസങ്ങൾ ഉണ്ടാവാറില്ലേ? ഇതിനെയാണ് നമ്മൾ റെയിനിങ് ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ബീൻ റെയിനിങ് ഓൺ ആൻഡ് ഓഫ് ഓൾ ഡേ. അപ്പം നമ്മുടെ മഴ തോന്നുന്നു, എനിക്ക് പോകാൻ സമയമായി. പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കോണ്ടൻറ്റ്സ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ്. English Mithra. Stop worrying, start learning.